ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിന്റെ ഒരു ഡിലീഷ്യസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മീനാക്ഷിയും ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം കോഫി ക്ലബ്ബിലാണ്. എല്ലാവർക്കും അറിയാം, സീപോർട്ട് എയർപോർട്ട് റോഡ് കാക്കനാടിലുള്ള കോഫി ക്ലബ്ബ്. എല്ലാ തവണയും ഞങ്ങളുടെ മുന്നിൽ നല്ല ടേസ്റ്റി കോഫിയാണ് ഇരിക്കാറ്. ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. എന്തായാലും ന്യൂ ഇയർ ആണല്ലോ വരുന്നത്, ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാതെ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നമ്മുടെ കോഫി ക്ലബിലെ സ്പെഷ്യൽ പ്രിപ്പറേഷനായ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് വിത്ത് ഐസ്ക്രീം. ഈ ഫ്രൂട്ട് സലാഡിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോരോ പിസ്സ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള, വിത്ത് ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുള്ള നല്ല ഫ്രൂട്ട് സലാഡാണ്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. തൊട്ടിപ്പുറത്തിരിക്കുന്നത് എന്താണെന്ന് ഇദ്ദേഹം പറഞ്ഞുതരും. എൻ്റെ അടുത്തിരിക്കുന്നത് ഇറ്റാലിയൻ മോക്ടെയിൽ യോ പിസ്താഷ്യോ ആണ്. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ കാണാം, ഇറ്റ്സ് വെരി റിച്ച് ആൻഡ് ഹെൽത്തി. ബിക്കോസ് ഇതിൽ കുറേ നട്ട്സ് ഒക്കെ ഉണ്ട്. കോൺഫ്ലെക്സ് പിസ്ത വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. മോർണിംഗ് ഡിഷ്. അതുകൊണ്ടായിരിക്കും കോഫി ക്ലബ്ബുകാർ ഞങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇത് കൊണ്ട് തന്നിരിക്കുന്നത്. എനിവേ താങ്ക് യു കോഫി ക്ലബ്. ഇവരോട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞു. ബിക്കോസ് ഇത്രയും ഹെൽത്തിയും ഇത്രയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഡിലൈറ്റ്ഫുൾ പ്രിപ്പറേഷൻസ്. ഇതിപ്പോൾ നല്ല ഡിലൈറ്റ്ഫുൾ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിൻ്റെ ഒരു മനോഹരമായ എപ്പിസോഡ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താ? ഓക്കെ, ഇന്നത്തെ ടിപ്പ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. സോ നമ്മൾക്കിപ്പോൾ കുറേ ടൈം ബാക്കി വരുന്നുണ്ട്. ബിക്കോസ് ക്ലാസ് ഒന്നും ഇല്ല. നമ്മൾ എന്തെങ്കിലും നമുക്ക് ലെഷർ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാനും ടൈം കണ്ടെത്തണം. സോ നിങ്ങൾ ഓർക്കുണ്ടാവും ഞങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് മീനാക്ഷി എന്ന്. സോ നിങ്ങൾ ചെയ്യേണ്ട ഹെൽപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിങ് ദ പ്ലാന്റ്സ്, പിന്നെ നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വയ്ക്കുക, പിന്നെ നമ്മുടെ മുറി വാർഡ്രോബ് അതൊക്കെ ക്ലീൻ ആയിട്ട് നമുക്ക് തന്നെ സൂക്ഷിക്കാം. ഇതൊക്കെ എളുപ്പമുള്ള പണിയല്ലേ, അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെ മിക്ക ഫ്രണ്ട്സും ടൈം ടേബിൾ അടുക്കി വെപ്പിക്കുന്നത് പാരൻസിനെ കൊണ്ടാണ്. യുനോ ഫ്രണ്ട്സ്, നമ്മളിത് കാര്യമായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ ബുക്സാണ്. സോ വി മസ്റ്റ് ബി അവെയർ നമ്മുടെ ബുക്ക് ഏതൊക്കെ വേണം പിറ്റേ ദിവസത്തേക്ക്, അല്ലെങ്കിൽ എവിടെയാണ് ആ ബുക്ക് ഇരിക്കുന്നത്, അതൊക്കെ നമ്മൾക്ക് തന്നെ ഒരു അറിവുണ്ടാവണം. അപ്പോൾ ഈ ടൈം ടേബിളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഫ്ലാഷ് ഒന്നും ഉണ്ടാവണ്ട. അപ്പോൾ അതിനായി നമ്മൾ പാരൻസിനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അല്ലേ റുബി? അതെ, തീർച്ചയായിട്ടും. ഈ പാരൻസിനെ ബുദ്ധിമുട്ടിക്കുക, ഈ പാരൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടേതായ കാര്യങ്ങൾ പരമാവധി നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കഴിച്ച പ്ലേറ്റ്സ് കഴുകി വയ്ക്കുക, നമ്മുടെ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്യുക, നമ്മുടെ റൂം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പുസ്തകങ്ങളാണെങ്കിലും പെൻസിലാണെങ്കിലും നമ്മൾ തന്നെ അടക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുക. നമ്മൾ എത്ര വന്നാലും എപ്പോഴും പാരൻസിൻ്റെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ എത്രത്തോളം വലുതാവുന്നോ എല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോഴേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗുണകരമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം, നമ്മൾ ഡ്രസ്സ് ചെയ്ത ഡ്രസ്സസ് എല്ലാം, നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സെല്ലാം നമ്മൾ തന്നെ വാഷ് ചെയ്തിടുക. നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പണികൾ, വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഫ്രഷ് ജ്യൂസോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മിക്സ് ചെയ്യുക. ചെറിയ ചെറിയ പണികൾ, ബുദ്ധിമുട്ടുള്ള പണികളെന്നല്ല, ചെറിയ ചെറിയ പണികളെല്ലാം എടുത്ത് സഹായിക്കുക. അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ്, നമ്മുടെ വീട്ടിലെ അമ്മൂമ്മ അപ്പൂപ്പൻ ഇവരൊക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു കെയറിങ് കിട്ടിയാൽ, എന്തുണ്ട് അമ്മൂമ്മ, സുഖമാണോ, എന്താ ഭക്ഷണം കഴിച്ചോ എന്നൊരു വാക്ക് മതി അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയിരുന്ന രണ്ട് വർത്തമാനം പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് അവർക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കണമല്ലോ, നമുക്കറിയാം, വയസ്സാവരെ കൊണ്ടുപോയി പല സ്ഥലത്തും അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അവരെ കാണുമ്പോൾ രണ്ട് വാക്ക് സംസാരിക്കുക, ഒന്ന് ചിരിക്കുക. ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ തെളിയിക്കുന്ന രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളാണ്. ഇതെല്ലാം ശ്രദ്ധിക്കുക, കീപ്പ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടിപ്പ് ഓഫ് ദ ഡേ. ഇതിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്സ് വേൾഡ്, മരട് കിഡ്സ് വേൾഡിലെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഒരു അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. എന്തായാലും ഇത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Dear friends, ഞാൻ നിൽക്കുന്നത് ഇന്ന് കിഡ്സ് വേൾഡ് മരടിലാണ്. ഇന്ന് ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ പ്രോഗ്രാം, ടീച്ചേഴ്സ്,
കുട്ടികൾ ആണമ്മമാരും കൂടി ചേർന്ന് ഒരു തകർപ്പൻ അടിച്ചു പൊളിച്ചു പ്രോഗ്രാമാണ്. So come on, we'll go inside and watch it. രജപാലകർ ദേവനാദം കേട്ടു ആമോദരാൽ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ഇന്നു നിന്റെ പാട്ട് തേടി കൂട്ടു തേടി ആരും അന്നു നിന്റെ വീണയേന്തി പാണികളിൽ തൊട്ടു ഇന്നു നിന്റെ പാട്ട് തേടി കൂട്ടു തേടി ആരും അന്നു നിന്റെ വീണയേന്തി പാണികളിൽ തൊട്ടു ആടുമേക്കാൻ കൂടി വരാം വൈക്കലുമായി പാടി വരാം കാതിലാരു ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ മഞ്ഞിന്റെ മറന്നു വിണ്ണിലെ താരകം കണ്ടുറന്നു മണ്ണിൽ സമാധാന പാലകന മുണ്ടി പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ചു ആകാശമേഘങ്ങൾ കൽപ്പിച്ചയച്ചൊരു ആനന്ദഗാനമായി മാലാഖമാർ വന്നു തൂകുന്നു സ്നേഹത്തിൻ ദീപം തെളിഞ്ഞിടുന്നു മംഗളമംഗളമേ സോദരരെ മംഗളമംഗളമേ ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ ജഗദീശ ഈ ഭവനത്തെ ഗഗനമേ ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ നിന്നൂടെ നിത്യവിശുദ്ധ ഗീതം പാപികൾക്ക് ആശ്വാസമേകും വജസിന്റെ പൂമണി പൊൻകിടാവേ താരാപഥങ്ങളിൽ നിന്നുതിർന്നിടുന്നു സ്വർഗീയ മന്ദഹാസം ഭൂമിയെ സ്നേഹത്തിന് ആരാമമാക്കുവാൻ വന്നു പിറന്ന നാഥ മഞ്ഞിന്റെ മാറാല നീങ്ങുന്നു വിണ്ണിലെ താരകം കൺതുറന്നു മണ്ണിൽ സമാധാന പാലകന മുണ്ണി പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ചു ആകാശമേഘങ്ങൾ കൽപ്പിച്ചയച്ചൊരു ആനന്ദഗാനമായി മാലാഖമാർ വന്നു തൂകുന്നു സ്നേഹത്തിൻ ദീപം തെളിഞ്ഞിടുന്നു മംഗളമംഗളമേ സോദരരെ മംഗളമംഗളമേ ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ ജഗദീശ ഈ ഭവനത്തെ ഗഗനമേ ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ സന്തോഷ സുലിമായി ഞങ്ങളിതാ പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു സന്തോഷ സൂചകമായി തങ്ങളിനെ സ്വീകരിച്ച ബാലകര ഞങ്ങളിതാ പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു സന്തോഷ സൂചകമായി തങ്ങളിനെ സ്വീകരിച്ച ബാലകര ഞങ്ങളിതാ പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. പിറന്നവനെ കരുണ നിറ
നിറഞ്ഞവനേ കരുണ നിറഞ്ഞവനേ കനിവിൻ കടലേ അറിവിൻ പൊരുളെ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ കനിവിൻ കടലേ അറിവിൻ പൊരുളെ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ ഉലകിന്നുയിരായി മനസ്സിൽ മധുവാൻ ഉണരൂ ഉണരൂ മണിവിളക്കേ ഉലകിന്നുയിരായി മനസ്സിൽ മധുവാൻ ഉണരൂ ഉണരൂ മണിവിളക്കേ കർത്താവേ കനിയൂ നീ യേശുനാഥാ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ കനിയൂ നീ യേശുനാഥാ ഹല്ലേലൂയ ഹല്ലേലൂയ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനേ കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനേ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ ബാക്ക് ടു ദ ഷോ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മുടെ കിഡ്സിയിലെ പാരൻസിൻ്റെയും കുട്ടികളുടെയും അവരുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഈ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടെന്ന്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കോഫി ക്ലബ്ബിലെ സ്പെഷ്യൽ റെസിപ്പിയായ ഈ ഫ്രൂട്ട് സലാഡും പിന്നെ നമ്മുടെ പിസ്താഷ്യം കഴിക്കാനുള്ള സമയമാണ്. സോ ഹാവ് എ സ്മോൾ ബ്രേക്ക്.